സമയം 11:30 ഇപ്പോ എവിടെ പോയിരിക്കാനാണ് സാധ്യത? വേറെ സുഹൃത്തുക്കൾ ആരെങ്കിലും? എനിക്കറിയില്ല സോളമ, എന്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. ഇതിപ്പോ ഫോൺ പോലും എടുത്തിട്ടില്ലെന്നാണ് പൂജ പറയുന്നത്. ഒരു 10 തവണയെങ്കിലും പറഞ്ഞതാ റിസൈൻ ചെയ്യാൻ. അതെങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ. അതിന്റെ പേരിൽ ഒരു തവണ ഞാൻ അവളെ തല്ലുകയും ചെയ്തു. എന്തിനാ ഹോസ്റ്റലിൽ നിർത്തിയത്? ദിവസം വന്നു പോകാൻ പറ്റില്ലേ? ദിവസവും 1 സൈഡ് യാത്ര തന്നെയുണ്ട്, 1.5 മണിക്കൂർ കൂടുതൽ. അതുകൊണ്ടാണ് ഹോസ്റ്റലിൽ നിർത്തിയത്. ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നേ? ടൗണിൽ ഒരു ടെക്സ്റ്റൈൽസിലാ, അവിടുത്തെ സെയിൽസ് ഗേളാ. ആരായി പൂജ? ഷീസ് എ റൂംമേറ്റ്, മീരയുടെ കൂടെ വർക്ക് ചെയ്യുന്നേ. സഞ്ജയ് എല്ലാ ആഴ്ചയും മീരെ കാണാൻ വരാറുണ്ടോ? ഇല്ല, ശനിയാഴ്ച അവള് വീട്ടിലേക്ക് വരും. ഇവിടെ നല്ല മഴ പെയ്ത ലക്ഷണമുണ്ടല്ലോ. ഹോസ്റ്റലിലേക്ക് വണ്ടി പോകില്ലേ? പെട്ടെന്ന് എത്തുന്നത് ഈ വഴിയാ. സാർ, ഇതാ പൂജ. എന്താ സംഭവിച്ചത്? രാത്രി ഏകദേശം ഒരു 7-10 ആയപ്പോഴാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തിയത്. കനത്ത മഴയുണ്ടായിരുന്നു. വാ. എടാ, ഞാൻ നനയുന്നു. എപ്പോൾ ഞാൻ കൂടി എടുക്കാതിരുന്നു അന്ന് കൃത്യമായി മഴയും പോയി. ചേട്ടനായിരിക്കും. ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതാ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് പോവാന്ന്. നിന്റെ സംസാരം കേട്ടാ തോന്നും ഞാൻ നിമിത്തം മഴ പെയ്തെന്ന്. ചേച്ചി നിമിത്താ മഴ പെയ്തേന്നല്ല, ചേച്ചി നിമിത്താണ് മഴ നനഞ്ഞതെന്ന്. ആഹാ. ഹലോ. ആ, എനിക്ക് കാശ് കിട്ടിയില്ല. അവരോട് കുറച്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറ. ആ ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇവിടെ ഭയങ്കര മഴയാ. ആ വിളിക്കാമെന്ന്. ആ ശരി. ആ എത്തിയോ? എവിടെ പോയിരുന്നു? എന്താ വൈകിയത്? ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങാൻ അല്പം വൈകി ചേട്ടാ. ആ, കറണ്ട് വന്നും പോയി ഇരിക്കുക. നന്നായിട്ട് ഇടിയും വെട്ടുന്നുണ്ട്. എമർജൻസി ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ. ഞാനത് പറഞ്ഞതാ.
മുറിയിലെത്തിയില്ല, അതിനു മുമ്പ് അവള് ബാത്റൂമിൽ കയറിയോ? മീരെ, ഞാൻ ഈ സാരി മുകളിൽ ചെന്ന് കഴുകിയിട്ട് വരാം. ആകെ നനഞ്ഞു. ആ ശരി ചേച്ചി. എന്തൊരു മഴയാ ഇത്. മഴ ഇപ്പൊ എവിടുന്ന് വന്നു? കറണ്ടും പോയി. ഓ ഭാഗ്യം. മീര, മീര, ഇവിടെവിടെ പോയി? അതിനുശേഷം എല്ലാ റൂമിലും പോയി അന്വേഷിച്ചു. പക്ഷെ എവിടെയും മീര ചെന്നിട്ടില്ലായിരുന്നു. പിന്നീട് സെക്യൂരിറ്റി ചേട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഹോസ്റ്റൽ കോമ്പൗണ്ട് മുഴുവൻ അരിച്ചു പെറുക്കുകയും ചെയ്തു. പക്ഷെ മീര കണ്ടില്ല. പൂജ റൂമിലേക്ക് തിരിച്ചു വന്നപ്പോ മീര റൂമിലില്ലായിരുന്നു പറഞ്ഞല്ലോ. പുറത്തുനിന്ന് ആരെങ്കിലും റൂമിനകത്ത് വന്ന ലക്ഷണം വല്ലതും കണ്ടിരുന്നോ? ക്ലോക്ക് ടേബിളിന് മേലെ വീണ് കിടക്കായിരുന്നു. പിന്നെ മീരയുടെ ഫോൺ കട്ടിലിനടിയിൽ നിന്നാണ് കിട്ടിയത്. വേറെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല സർ. മീരയ്ക്ക് ഇവിടെ സുഹൃത്തുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഐ മീൻ ബോയ് ഫ്രണ്ട്സ്? ഇല്ല, അങ്ങനെ ഒരു ഫ്രണ്ടും എന്റെ അറിവിലില്ല സർ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇതുപോലെ പറയാതെ മറ്റോ? ഇല്ല സർ. പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ കോള് വരികയോ ചെയ്തിട്ടുണ്ടോ നോക്കൂ.
ഇല്ല, അങ്ങനെ ആരും തന്നെ വിളിച്ചിട്ടില്ല. പൂജ ഡ്രസ്സ് വാഷ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞല്ലോ. എനിക്ക് അവിടെ ഒന്ന് കാണണം. മുകളിലാണ് സർ.